പെരുവഴിയിൽ പിടിച്ചുപറി നടത്തുന്ന ഒരു സംഘത്തോട് ഈശോ സംസാരിക്കുന്നു. നമ്മൾ പോകുന്ന സ്ഥലത്ത് ഞാൻ പ്രസംഗിക്കും. ഈശോ ഇങ്ങനെ പറയുമ്പോൾ അവരുടെ സംഘം കൂടുതൽ കൂടുതൽ താഴ്ചയിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വീതി കുറഞ്ഞ കല്ലു നിറഞ്ഞ വഴികൾ കയറ്റവും ഇറക്കവും മാറി മാറി കുന്നുകൾ പിന്നിടുന്നു. അവസാനം കുത്തനെയുള്ള ഒരു വലിയ ഇറക്കമാണ്. ആടിന് മാത്രം ബുദ്ധിമുട്ടില്ല എന്ന് പത്രോസ് പറയുന്നു. വളരെ താഴ്ചയിലുള്ള ഒരു താഴ്വരയിലെത്തൂ. അവിടെ അവർക്ക് ഭക്ഷണം കഴിക്കുകയും വിശ്രമിക്കുകയും ചെയ്യാം. ധാരാളം വെള്ളമുള്ള അരുവിയും അവിടെയുണ്ട്. താഴ്വരയിലെ പുൽത്തകിടുകളിലും കുറ്റിക്കാടുകളിലുമായി ചെറിയ സംഘങ്ങൾ നേരത്തെ അവിടെ എത്തി ഭക്ഷണം കഴിക്കുകയും വിശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. അറിയപ്പെട്ട ഒരു വിശ്രമ സ്ഥലമാണതെന്ന് തോന്നുന്നു. യാത്രക്കാർക്ക് ആ സ്ഥലം ഇഷ്ടമാണ്. കാരണം അവിടെ കാറ്റിന് ശക്തി കുറവാകുന്നു. ജെറുസലേമിലേക്കും യോർദാനിലേക്കും പോകുന്ന ആടുവിൽപ്പനക്കാർ, ആട്ടിൻപറ്റങ്ങളും അവയുടെ ഇടയന്മാരും ഇങ്ങനെ നാനാതരത്തിൽപ്പെട്ട ആളുകൾ അവിടെയുണ്ട്. ചിലരെല്ലാം കുതിരപ്പുറത്താണ് യാത്ര ചെയ്യുന്നത്. എന്നാൽ അധികം പേരും കാൽനടക്കാർ തന്നെ. ഒരു വിവാഹ പാർട്ടിയും ഇപ്പോൾ വന്നു ചേരുന്നു. വധുവിൻ്റെ ആവരണത്തിനുള്ളിലൂടെ സ്വർണ്ണാഭരണങ്ങൾ മിന്നിത്തിളങ്ങുന്നു. പ്രായത്തിൽ കൗമാരം കഷ്ടിച്ച് പിന്നിട്ട് എന്ന് തോന്നിക്കുന്ന വധുവിൻ്റെ കൂടെ പ്രായം ചെന്ന 2 സ്ത്രീകളുമുണ്ട്. ഒരു മനുഷ്യനും ഇടക്കാരനായിരിക്കാം. 2 ഭൃത്യന്മാരുമുണ്ട്. സ്ത്രീകളുടെ കയ്യിലും കഴുത്തിലും ധരിച്ചിരിക്കുന്ന ആഭരണങ്ങൾ വെട്ടിത്തിളങ്ങുന്നുണ്ട്. അവർ റിബണും മണികളും മറ്റും കെട്ടി അലങ്കരിച്ചിരിക്കുന്ന കഴുതുകളുടെ പുറത്താണ് യാത്ര ചെയ്ത് വന്നിരിക്കുന്നത്. ഭക്ഷണം കഴിക്കൽ ഒഴിഞ്ഞ ഒരു മൂലയിലേക്ക് അവർ പിൻവാങ്ങി. അവിടെയുള്ള ആളുകളുടെ നോട്ടം തന്നെ വധുവിനെ മാനഭംഗപ്പെടുത്തുമെന്ന ഭാവത്തിൽ സ്ത്രീകൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഇടക്കാരൻ പേടിപ്പിക്കുന്ന രീതിയിൽ അവരെ കാത്തു നിൽക്കുന്നു. എല്ലാവർക്കും വലിയ ജിജ്ഞാസ. ഉപ്പ് വാങ്ങൽ അല്ലെങ്കിൽ കത്തിയുണ്ടോ എന്ന് ചോദിച്ച് അവരുടെ വിവരമറിയാൻ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. വധു ആരാണ്, അവൾ എങ്ങോട്ട് പോകുന്നു, ഇതെല്ലാമാണ് അവർക്കറിയേണ്ടത്. അവിടെയുള്ള ഒരു യാത്രക്കാരന് വധു എവിടെ നിന്നാണ് വരുന്നതെന്നും മറ്റും അറിയാം. അയാൾക്കതെല്ലാം പറയുന്നത് വലിയ സന്തോഷം. വേറൊരാൾ വീഞ്ഞു കൂടെ കൂടെ പകർന്നുകൊണ്ട് അയാളുടെ സംസാരപ്രിയം ഒന്നുകൂടെ വർദ്ധിപ്പിക്കുന്നു. ഏതാനും നിമിഷങ്ങൾക്കകം 2 കുടുംബങ്ങളെയും കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും പരസ്യമാക്കാൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ഉൾപ്പെടെ അവിടെ പരസ്യമായി. വധുവിൻ്റെ പെട്ടിയിലുള്ള ചമയങ്ങൾ എന്തെല്ലാമാണെന്നു വരെ പറഞ്ഞു. അവളുടെ വരൻ്റെ വീട്ടിലെ സ്വത്തുക്കൾ എത്രമാത്രമാണെന്നും എല്ലാവർക്കും അറിവായി. വധു ജോപ്പായിലെ ധനികനായ ഒരു കച്ചവടക്കാരൻ്റെ മകളാണ്. വിവാഹം ചെയ്യാൻ പോകുന്നത് ജെറുസലേമിലെ ധനാഢ്യനായ ഒരു കച്ചവടക്കാരൻ്റെ മകനെയാണ്. വരൻ മുൻപേ പോയിട്ടുണ്ട്. വിവാഹ വീട് ഭംഗിയായി അലങ്കരിച്ച് വധുവിനും ഉചിതമായ സ്വീകരണം നൽകാൻ വധുവിനെ അനുഗമിക്കുന്ന മനുഷ്യൻ വരൻ്റെ ഒരു സ്നേഹിതനും ഒരു രത്നവ്യാപാരിയുടെ മകനുമാണ്. വരൻ സ്വർണ്ണപ്പണിക്കാരനും വധുവിൻ്റെ പിതാവ് ജൗളി വ്യാപാരിയുമാണ്. ആ വായാടി മനുഷ്യൻ അപ്പസ്തോല സംഘത്തോട് അടുത്തായിരുന്നതിനാൽ തോമസ് അയാളുടെ സംസാരം കേട്ടുകൊണ്ട് ചോദിക്കുന്നു, അപ്പോൾ വരൻ ലേവിയുടെ മകൻ നെത്താനിയേൽ ആണോ? അതെ, അവൻ തന്നെ. നീ അവനെ അറിയുമോ? അവൻ്റെ പിതാവിനെ ഞാൻ നന്നായി അറിയും. കാരണം അയാളുമായി ഞാൻ കച്ചവടം നടത്തിയിട്ടുണ്ട്. നെത്താനിയേലിനെ എനിക്കത്ര പരിചയമില്ല. നല്ല പൈസ പാർട്ടിയുടെ കല്യാണം. സന്തോഷവതിയായ വധു സ്വർണം കൊണ്ടവളെ പൊതിഞ്ഞിരിക്കുകയാണ്. എബ്രഹാം വധുവിൻ്റെ അമ്മയുടെ ഒരു ബന്ധുവും വരൻ സ്നേഹിതൻ്റെ പിതാവുമാണ്. അയാളും വരൻ്റെ പിതാവും വരനും സമൂഹത്തിൽ വളരെ മികവും നേടിയിട്ടുണ്ട്. വധുവിൻ്റെ പെട്ടുകളിലുള്ളിലുള്ള സാധനങ്ങൾ അനേകം സ്വർണ്ണ താലന്തുകൾ വിലപിടിപ്പുള്ളവയാണെന്നാണ് പറയുന്നത്. എൻ്റെ സർവശക്തനായ കർത്താവേ, പത്രോസ് ഇങ്ങനെ വിസ്മയം കൊണ്ട് പറഞ്ഞിട്ട് ചൂളമടിച്ചുകൊണ്ട് വീണ്ടും പറയുന്നു, പ്രധാന ചരക്കുകളെല്ലാം മറ്റുള്ളവയോട് കിടപിടിക്കുന്നതാണോ എന്ന് ഞാനൊന്ന് അടുത്തു ചെന്ന് നോക്കട്ടെ. അനന്തരം എഴുന്നേറ്റ് തോമസും ഒന്നിച്ച് വിവാഹ സംഘത്തിൻ്റെ അടുത്തുകൂടെ ഒന്ന് ചുറ്റിക്കറങ്ങി. 3 സ്ത്രീകളെയും അവർ ശ്രദ്ധിച്ചു. 3 വസ്ത്രകൂമ്പാരങ്ങൾ ആവരണവുമുണ്ട്. അതിനിടയിൽ കൂടെ ആഭരണങ്ങൾ അണിഞ്ഞിട്ടുള്ള കരകളും കൈത്തണ്ടുകളും അല്പാൽപമായി പുറത്തു വരുന്നത് കാണാം. കഴുത്തിലും കാതിലുമുള്ള ആഭരണങ്ങളുടെ തിളക്കം ആവരണത്തിലൂടെ കാണാം. ഇടക്കാരനെയും അവർ നിരീക്ഷിക്കുന്നു. വലിയ ഗമയിലുള്ള അയാളുടെ നിൽപ്പ് കണ്ടാൽ കന്യകയെ കടൽക്കൊള്ളന്മാരുടെ ആക്രമത്തിൽ നിന്നും രക്ഷിക്കുമെന്നുള്ള ഭാവമാണ് തോന്നിക്കുന്നത്.
അപ്പസ്തോലന്മാർ രണ്ടുപേരെയും അയാൾ ക്രൂരതയോടെ നോക്കുന്നു. എന്നാൽ തോമസ് അയാളോട് നിർബന്ധമായി അപേക്ഷിക്കുന്നു. നെഥാനിയേലിനെ ദിദിമൂസ് എന്ന് വിളിക്കപ്പെടുന്ന തോമസിന്റെ അഭിവാദ്യങ്ങൾ നൽകണമെന്ന്. അതോടെ സമാധാനമായി. തന്നെയല്ല, അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ വധു ഒന്ന് എഴുന്നേറ്റു. മേലങ്കിയും ശിരോവസ്ത്രവും താഴെ വീണുപോയതിനാൽ അവളെ ശരിക്കും കണ്ട ഒരു വിഗ്രഹത്തെ അണിയിക്കുന്നത് പോലെ അണിയിച്ചിരിക്കുന്ന ആഭരണങ്ങളും വിശേഷ വസ്ത്രങ്ങളും. അവളുടെ രൂപലാവണ്യവും മനസ്സിലായി. ഏറിയാൽ 15 വയസ്സ് കാണും അവൾക്ക്. എല്ലാം നോക്കി കാണുന്നുണ്ടവൾ. ഒട്ടും അടങ്ങിയിരിക്കുന്നില്ല. പ്രായം ചെന്ന സ്ത്രീകളുടെ താക്കീതുകളൊന്നും അവൾ വകവയ്ക്കാതെ ഒരിളക്കമാണ്. ഹെയർ പിന്നുകളെല്ലാം ഊരി വീണ്ടും കൂടുതൽ വിലപിടിപ്പുള്ള പിന്നുകൾ കുത്തി ശരിയാക്കുന്നു. ബെൽറ്റ് അഴിച്ച് ഒന്നുകൂടെ മുറുക്കി കെട്ടുന്നു. രത്നങ്ങൾ പതിച്ച ബെൽറ്റാണ്. ചെരുപ്പിന്റെ കെട്ടഴിച്ച് വീണ്ടും കെട്ടിവെക്കുന്നു. ഇങ്ങനെയെല്ലാം ചെയ്യുന്നതിനാൽ അവളുടെ മനോഹരമായ മുടി, മൃദുലവും സുന്ദരവുമായ കരങ്ങൾ, ഒതുങ്ങിയ ഇടക്കെട്ട്, നല്ല അഴകും വടിവുമുള്ള ശരീരം, ഭംഗിയുള്ള പാദങ്ങൾ എല്ലാം ഇവർക്ക് വ്യക്തമായി കാട്ടിക്കൊടുക്കുന്നു. മങ്ങിയ മകലിന്റെ പ്രകാശത്തിലും ആദ്യമേ കൂട്ടിയ ആഴിയുടെ വെളിച്ചത്തിലും ആഭരണങ്ങളെല്ലാം മിന്നിപ്രകാശിക്കുന്നുണ്ട്. പത്രോസും തോമസും തിരിച്ചു പോവുകയാണ്. തോമസ് അഭിപ്രായം പറയുന്നു, അവൾ സുന്ദരിയാണ്, നല്ല പോലെ വിലസാൻ അറിയാവുന്നവളാ. ഒരുപക്ഷെ എന്നാൽ നിന്റെ സ്നേഹിതൻ നെഥാനിയേൽ വേഗം തന്നെ മനസ്സിലാക്കും. അയാൾ പണിക്ക് സ്വർണം ചൂടാക്കുന്ന സമയത്ത് അവൻ്റെ കിടക്ക ചൂടാക്കുന്നതിന് ഒരാളുണ്ടെന്ന് അവൻ്റെ സ്നേഹിതൻ ഒരു മുഴുമണ്ടനാ. വധുവിന് നല്ല കയ്യിലാ കൊടുത്തിരിക്കുന്നത്. സ്നേഹിതനോടൊപ്പം ഇരുന്നു കൊണ്ട് പത്രോസ് പറയുന്നു. ആ വായാടി വിഡ്ഢിയെ കൊണ്ട് എല്ലാം പറയിപ്പിച്ച ആ മനുഷ്യനെ എനിക്ക് തീരെ പിടിച്ചില്ല. അവൻ ആഗ്രഹിച്ചതെല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ അയാൾ പർവ്വതത്തിലേക്ക് കയറിപ്പോയി. ഇതൊരു ചീത്ത സ്ഥലമാ. കാലാവസ്ഥയാണെങ്കിൽ പിടിച്ചുപറിക്കാരായ കൊള്ളക്കാർക്ക് ഏറ്റവും അനുകൂലവും. നിലാവുള്ള രാത്രികൾ തളർത്തിക്കളയുന്ന ചൂടും വൃക്ഷങ്ങളിലെല്ലാം വിലതിങ്ങി നിൽക്കുന്നു. ഈ സ്ഥലം എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. ബെർത്തലോമിയോ പിറുപിറുക്കുന്നു. തുടർന്ന് യാത്രയാകുന്നതായിരുന്നു കുറെ കൂടി നല്ലത്. ധനത്തിന്റെ കാര്യമെല്ലാം വിളമ്പിയ ആ മണ്ടൻ വലിയ കാവൽക്കാരൻ, നിഴലിനെ പേടിപ്പിക്കുന്ന അവൻ, ശരീരമുള്ളവരെ കാണാൻ കൊള്ളാത്ത ധീരൻ കൊള്ളാം. തീ കൂട്ടിയിരിക്കുന്നതിനടുത്ത് ഞാൻ പോയി കാവലിരിക്കാം. എൻ്റെ കൂടെ ആരാണ് വരുന്നത്? പത്രോസ് ചോദിക്കുന്നു. ഞാൻ വരാം സൈമൺ, എനിക്ക് ഉറക്കം നഷ്ടപ്പെട്ടാലും ബുദ്ധിമുട്ടില്ല, തീഷ്ണൻ മറുപടി പറയുന്നു. തനിച്ച് യാത്ര ചെയ്യുന്ന പലരും എഴുന്നേറ്റ് പല പ്രാവശ്യമായി പോയി കഴിഞ്ഞു. ഇടയന്മാരും അവരുടെ ആട്ടിൻപറ്റവും വിവാഹ സംഘവും 3 ആടുവിൽപ്പനക്കാരും അപ്പസ്തോല സംഘവും മാത്രം അവശേഷിച്ചു. ആടുവിൽപ്പനക്കാർ ഉറക്കം പിടിച്ചു. വധു കൂടാരത്തിൽ ഉറങ്ങാൻ തുടങ്ങി. ഭൃത്യന്മാർ നേരത്തെ തന്നെ കൂടാരം സ്ഥാപിച്ചിരുന്നു. അപ്പസ്തോലന്മാർ വിശ്രമത്തിന് സൗകര്യമുള്ള സ്ഥലം തിരയുമ്പോൾ ഈശോ ഏകനായി പ്രാർത്ഥിക്കാൻ പോയി. ഇടയന്മാർ ആട്ടിൻപറ്റങ്ങൾ കിടക്കുന്ന തെളിഞ്ഞ സ്ഥലത്തിന്റെ നടുവിൽ തീ കൂട്ടി. പത്രോസും സൈമണും കൂടി ആ മനുഷ്യൻ മലയിലേക്ക് കയറിപ്പോയ വഴിയുടെ ഭാഗത്ത് വലിയ ആഴി കൂട്ടി. ആ മനുഷ്യനാണ് ബെർത്തലോമിയിൽ സംശയം ജനിപ്പിച്ചത്. സമയം കുറെ കടന്നുപോയി. കൂർക്കം വലിക്കാത്തവർ ഉറക്കം പിടിച്ച് ഇരുന്നാടുന്നു. ഈശോ പ്രാർത്ഥിക്കുകയാണ്. എങ്ങും ശ്മശാനമൂകത. ചന്ദ്രികയിൽ തിളങ്ങുന്ന അരുവി പോലും ശബ്ദമുണ്ടാക്കുന്നില്ല. ചന്ദ്രൻ തലക്കു നേരെ മീതെ എത്തി. ഇവരുടെ വിശ്രമ സ്ഥലത്ത് നല്ല വെളിച്ചം. ചുറ്റുമുള്ള ഭാഗത്ത് ഇലകൾ തിങ്ങി നിൽക്കുന്ന മരങ്ങൾ ഇരുട്ട് സൃഷ്ടിച്ചിരിക്കുകയാണ്. ഒരു വലിയ കാവൽ നായ് മുരളുന്നു. ഇടയന്മാരിൽ ഒരാൾ തലപൂക്കി നോക്കുന്നു. നായ എഴുന്നേറ്റ് അവൻ്റെ കുഞ്ചിരോമമെല്ലാം വിടർത്തി ജാഗ്രതയോടെ നിന്ന് കൂടുതൽ ശബ്ദത്തോടെ മുരളുകയും ചീറുകയും ചെയ്യുന്നു. വല്ലാതെ മുരളുന്ന നായാകെ വിറയ്ക്കുന്നുമുണ്ട്. സൈമൺ തലയുയർത്തി നോക്കുകയും ഉറക്കം പിടിച്ച പത്രോസിനെ വിളിച്ചുണർത്തുകയും ചെയ്തു. വനത്തിൽ ഇലകളനങ്ങുന്ന ഒരു നേരിയ ശബ്ദം കേൾക്കുന്നുമുണ്ട്. നമുക്ക് ഗുരുവിൻ്റെ അടുത്തേക്ക് ചെല്ലാം, ഗുരുവിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാം. അവർ തമ്മിൽ ഇത് പറയുന്ന സമയത്ത് ആടുവിൽപ്പനക്കാരിൽ ഒരുവൻ ഉണർന്ന് കൂട്ടുകാരെ ഉണർത്തുന്നു. ശബ്ദമുണ്ടാക്കാതെ എല്ലാവരും ശ്രദ്ധിക്കുകയാണ്. അപ്പസ്തോലന്മാർ വന്ന് വിളിക്കുന്നതിന് മുമ്പ് തന്നെ ഈശോ എഴുന്നേറ്റ് അങ്ങോട്ട് നടക്കാൻ തുടങ്ങി. എല്ലാവരും ഇടയന്മാരുടെ അടുത്ത് ഒരുമിച്ച് കൂടി. അവരുടെ നായ് കൂടുതൽ ശൗര്യത്തോടെ കുരയ്ക്കുന്നു. ഉറങ്ങുന്നവരെയെല്ലാം വിളിച്ചുണർത്തു. എല്ലാവരെയും ശബ്ദമുണ്ടാക്കാതെ ഇങ്ങ് പോരാൻ പറയുക, പ്രത്യേകിച്ച് സ്ത്രീകളും പണപ്പെട്ടി സൂക്ഷിക്കുന്ന ഭൃത്യന്മാരും. ഒരു പക്ഷേ കൊള്ളക്കാർ അടുത്തുണ്ടാവാം എന്ന് അവരോട് പറയുക. എന്നാൽ സ്ത്രീകളോടൊന്നും പറയേണ്ട. അപ്പസ്തോലന്മാർ എല്ലാ ഭാഗങ്ങളിലേക്കും പോയി അവരോട് കൽപ്പിച്ചതുപോലെ ചെയ്യുന്നു.
ഈശോ ഇടയന്മാരോട് ഇങ്ങനെ പറയുന്നു: നല്ല പ്രകാശം കിട്ടത്തക്ക വിധം കുറേയേറെ വിറകിട്ട് തീ ആളിക്കുക. ഭയപ്പെടേണ്ട, ഒരു പിടി രോമം പോലും നിങ്ങളിൽ നിന്ന് അപഹരിക്കപ്പെടുകയില്ല. കച്ചവടക്കാർ അടുത്തു വന്നു. അവർ പരസ്പരം പറയുന്നു: ഓ, നമ്മുടെ പണം! ലാഭം കിട്ടിയതെല്ലാം. അതിൻ്റെ പിന്നാലെ റോമാക്കാർക്കെതിരെ കുറെ ചീത്ത വാക്കുകളും. റോമാക്കാരും യഹൂദന്മാരുമായ ഭരണകർത്താക്കളും കൊള്ളക്കാരും നിർമ്മാർജ്ജനം ചെയ്യാത്തതിനെ അവരെയെല്ലാമാണ് ചീത്ത പറയുന്നത്. ഭയപ്പെടേണ്ട, നിങ്ങളുടെ നാണയങ്ങൾ ഒന്നുപോലും നഷ്ടപ്പെടുകയില്ല. അവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് ഈശോ പറയുന്നു. സ്ത്രീകൾ പേടിച്ച് കരഞ്ഞുകൊണ്ടാണ് വരുന്നത്. കാരണം അവരുടെ ധീരനായ ഇടക്കാരൻ ഭയം കൊണ്ട് വിറച്ച് വിലപിക്കുന്നു: ഇത് നമ്മുടെ അന്ത്യമായിരിക്കും. കൊള്ളക്കാർ തീർച്ചയായും നമ്മെ കൊല്ലും. ഭയപ്പെടേണ്ട, ഒരുത്തരും നിങ്ങളെ തൊടുകയില്ല. നിങ്ങളുടെ നേരെ അവർ നോക്കുക പോലുമില്ല. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഈശോ സ്ത്രീകളെ പുരുഷന്മാരുടെ സംഘത്തിനെയും പേടിച്ചിരണ്ട ആടുകളുടെയും മധ്യത്തിൽ കൊണ്ടുചെന്ന് നിർത്തുന്നു. കഴുതകളെല്ലാം കരയുന്നു. പട്ടി കുര തന്നെ, കുര. ആടുകളെല്ലാം കൂട്ടത്തോടെ കരയുന്നു. സ്ത്രീകൾ ഏങ്ങലടിച്ച് കരച്ചിൽ. പുരുഷന്മാർ സ്ത്രീകളെക്കാൾ കഷ്ടമായി കരയുന്നു. ബോധം കെടുന്നു. അല്ലാത്തവർ പ്രാകുന്നു. ഭയം കൊണ്ടുള്ള നാനാവിധ അപസ്വരങ്ങളുടെ സമ്മിശ്രം. യാതൊന്നും സംഭവിക്കാത്തതുപോലെ ഈശോ ശാന്തനാണ്. സ്വരത്തിൻ്റെ ബഹളം കൊണ്ട് വനത്തിൽ നിന്നുള്ള ശബ്ദം കേൾക്കാനൊട്ടും കഴിയുന്നില്ല. എന്നാൽ മരച്ചില്ലകൾ ഒടിക്കുകയും പാറകൾ ഉരുട്ടിയിടുകയും ചെയ്യുന്നത് കേൾക്കാറായതിനാൽ കൊള്ളക്കാർ അടുത്തെത്തിയെന്ന് വ്യക്തമായി. ശബ്ദമുണ്ടാക്കരുത്, ഈശോ ആജ്ഞാപിക്കുന്നു. എല്ലാം നിശബ്ദമായി. ആജ്ഞാശക്തി അത്രയ്ക്കുണ്ടായിരുന്നു. ഈശോ നിന്നിരുന്ന സ്ഥലത്ത് നിന്ന് വനത്തിൻ്റെ ഭാഗത്തേക്ക് നടന്നു. വനത്തിന് പുറംതിരിഞ്ഞു നിന്നുകൊണ്ട് സംസാരിക്കാൻ തുടങ്ങി. സ്വർണത്തിനായുള്ള ഹീനമായ ആർത്തി മനുഷ്യന് നികൃഷ്ട വികാരങ്ങളിലേക്ക് തള്ളിയിടുന്നു. മറ്റെന്തിനേക്കാൾ സ്വർണത്തോടുള്ള ആഗ്രഹമാണ് മനുഷ്യൻ അറിയപ്പെടാൻ കാരണമാകുന്നത്. വശീകരണ ശക്തിയുള്ള എന്നാൽ ഉപകാരമില്ലാത്ത അതിൻ്റെ തിളക്കം എത്രയധികം തിന്മകൾക്ക് കാരണമാകുന്നെന്ന് ചിന്തിച്ചു നോക്കൂ. എനിക്ക് തോന്നുന്നതും നരകത്തിലെ വായുവിന് ഇതിൻ്റെ നിറം തന്നെ ആകുന്നുവെന്നാണ്. മനുഷ്യൻ പാപം ചെയ്തതു മുതൽ സ്വർണം നാരകീയമായി തീർന്നിട്ടുണ്ട്. ഒരു ബൃഹത്തായ ഇന്ദ്രനീല കല്ലായി ഭൂമിയെ സൃഷ്ടിച്ച ദൈവം അതിൻ്റെ ഉദരകോശങ്ങളിൽ ഈ ലോഹത്തെയും വെച്ചിട്ടുണ്ട്. അങ്ങനെ വെച്ചതിൻ്റെ ഉദ്ദേശം അതിൻ്റെ ലവണങ്ങൾ മനുഷ്യന് ഉപകാരപ്പെടട്ടെ എന്നും ദേവാലയത്തിന് അലങ്കാരമാകട്ടെ എന്നുമായിരുന്നു. എന്നാൽ സാത്താൻ ഹവ്വായുടെ കണ്ണുകളെ ചുംബിക്കുകയും മനുഷ്യൻ്റെ അഹന്തയെ കടിക്കുകയും ചെയ്തുകൊണ്ട് നിർദോഷിയായ ഈ ലോഹത്തിന് വലുതായ മാന്ത്രിക ശക്തിയുടെ രുചി പകർന്നു കൊടുത്തു. അന്നു തുടങ്ങി സ്വർണത്തിനു വേണ്ടി മനുഷ്യൻ പാപം ചെയ്യുകയും കൊലപാതകങ്ങൾ വരെ നടത്തുകയും ചെയ്യുന്നു. സ്ത്രീകൾ സ്വർണത്തിനു വേണ്ടി കാമവിലാസിനിയായി മാറി ജഡിക പാപങ്ങൾക്ക് പ്രേരിപ്പിക്കപ്പെടുന്നു. കള്ളൻ, പിടിച്ചുപറിക്കാരൻ, കൊലപാതകി, സഹോദര വിദ്വേഷി, സ്വയവിദ്വേഷി ഇങ്ങനെയെല്ലാമായി തീരുകയാണ്. ക്ഷണഭംഗുരമായി വസ്തുക്കൾക്കു വേണ്ടി അവൻ്റെ യഥാർത്ഥ പിതൃസ്വത്ത് നഷ്ടപ്പെടുത്തുന്നു. മിന്നുന്ന ഏതാനും ചെതമ്പലുകൾക്കായി മരണത്തോട് ഉപേക്ഷിക്കേണ്ടി വരുന്ന ഈ സാധനത്തിനായി നിത്യമായ നിധിയെ അവൻ നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്നു. സ്വർണത്തിനു വേണ്ടി വലുതോ ചെറുതോ ആയിട്ടുള്ള പാപങ്ങൾ ചെയ്യുന്ന നിങ്ങൾ കൂടുതൽ പാപങ്ങൾ ചെയ്യുന്തോറും നിങ്ങളുടെ മാതാക്കളെയും അധ്യാപകരെയും കൂടുതലായി പരിഹസിച്ച് ചിരിക്കുകയാണ്. കാരണം അവർ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്, ഈ ഭൂമിയിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് പ്രതിസമ്മാനം അഥവാ ശിക്ഷയുണ്ടാകുമെന്ന്. പാപനിമിത്തം ദൈവത്തിൻ്റെ സംരക്ഷണം നഷ്ടപ്പെടുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നതേയില്ല. നിത്യജീവനായ സന്തോഷവും നഷ്ടപ്പെടുകയും ഹൃദയത്തിലെപ്പോഴും അസ്വസ്ഥതയും കുണ്ഠിതവും അനുഭവപ്പെടുകയും ചെയ്യുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? ഭയം എപ്പോഴും നിങ്ങളുടെ കൂട്ടുകാരനായിരിക്കും. മനുഷ്യർ കണ്ടുപിടിച്ച് ശിക്ഷിക്കുമോ എന്ന ഭയം. ദൈവശിക്ഷയോടെ താരതമ്യപ്പെടുത്തുമ്പോൾ മനുഷ്യശിക്ഷ വളരെ ലഘുവാണ്. ഈ ഭയം നിങ്ങൾക്കുണ്ടാകാൻ പാടുണ്ട് എന്ന് ചിന്തിക്കുന്നതേയില്ല. ആക്രമികളായി തീരത്തക്ക വിധം നിങ്ങൾ അത്ര അധംപതിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ശിക്ഷ നിത്യകാലത്തേക്കായിരിക്കുമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടില്ലെങ്കിൽ തന്നെയും അയൽക്കാരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണമെന്ന നിയമം നിങ്ങൾ ലംഘിച്ചിരിക്കുന്നതിനാൽ നിങ്ങളുടെ അത്യാഗ്രഹം നിമിത്തം പട്ടിണി കിടക്കേണ്ടതായി വരുന്നവർക്ക് നിങ്ങൾ സഹായം നിരസിക്കുന്നതിനാൽ അന്യായമായ സ്ഥാനങ്ങളും സമ്പത്തും നിങ്ങൾ കൈയടക്കി വയ്ക്കുന്നതിനാൽ
കള്ളത്രാസുകൾ ഉപയോഗിച്ച് വഞ്ചിച്ച പണം സമ്പാദിക്കുന്നതിനാൽ നിങ്ങൾ തീർച്ചയായും ശിക്ഷിക്കപ്പെടുന്നില്ല. നിങ്ങൾ ഇതൊന്നും ചിന്തിക്കുന്നില്ല. നിങ്ങൾ പറയും, ഇതെല്ലാം വെറും പൊട്ടക്കഥകളാണ്. എൻ്റെ സ്വർണത്തിൻ്റെ ഭാരം ഈ കഥകളെല്ലാം ഞെരിച്ചു കളഞ്ഞിട്ടുണ്ട്. അതിനാൽ അവയൊന്നും ഇനി ബാക്കിയില്ല എന്ന്. എന്നാൽ ഇതൊന്നും പൊട്ടക്കഥയല്ല, ഇത് സത്യമാണ്. കൊള്ളാം, ഞാൻ മരിക്കുമ്പോൾ എല്ലാം തീരുമെന്ന് പറയരുത്. ഇല്ല, മരണം ആരംഭമാണ്. മരണാനന്തര ജീവിതം ഭൂതകാല ചെയ്തികൾ ഓർമ്മിക്കാൻ കഴിയാത്ത ഒരു ഗർത്തത്തിലൊന്നുമല്ല. എല്ലാം ഓർക്കുവാനും ദൈവത്തിനായി ദാഹിക്കുവാനുമുള്ള കഴിവ് എല്ലാവർക്കും ഉണ്ടായിരിക്കും. നിങ്ങളെ സ്വതന്ത്രരാക്കുവാനിരിക്കുന്ന രക്ഷകന്റെ വരവിനായി നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്നത് പോലെ പ്രതീക്ഷയുടെ ഒരു സ്ഥാനിയായിരിക്കും അത്. വരാനിരിക്കുന്ന ജീവിതം നീതിമാന്മാർക്ക് സന്തോഷമുള്ള പ്രതീക്ഷയായിരിക്കും. നശിച്ചു പോയവർക്ക് ഭയാനകമായ പ്രതീക്ഷയായിരിക്കും. ആദ്യത്തെ കൂട്ടർക്ക് പാതാളവും രണ്ടാമത്തെ കൂട്ടർക്ക് ശുദ്ധീകരണ സ്ഥലവും മൂന്നാമത്തെ ഗണത്തിന് നരകവുമാണ്. മേൽപ്പറഞ്ഞ പ്രതീക്ഷയുടെ സ്ഥലം. രക്ഷകന് പിന്നാലെ ആദ്യത്തെ ഗണം സ്വർഗത്തിൽ പ്രവേശിച്ചു കഴിയുമ്പോൾ അവരുടെ പ്രതീക്ഷ അവസാനിച്ചു. രണ്ടാമത്തെ കൂട്ടർക്ക് രക്ഷകന്റെ സ്വർഗപ്രവേശന സമയം മുതൽ കൂടുതൽ ആശ്വാസത്തോടെയുള്ള പ്രതീക്ഷയാണുള്ളത്. അതേസമയം ഭയാനകമായ നിത്യദുരിതം തങ്ങൾക്കായി ഉറപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് മൂന്നാമത്തെ കൂട്ടർ മനസ്സിലാക്കുന്നു. പാപികളായ നിങ്ങളിതേക്കുറിച്ച് ചിന്തിക്കൂ. അനുദപിക്കുന്നതിന് ഇപ്പോഴും സമയം തീരെ വൈകിപ്പോയിട്ടില്ല. നിങ്ങൾക്കായി സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന വിധിവാചകം മാറ്റാൻ ശ്രമിക്കുക. ആത്മാർത്ഥമായ അനുതാപത്താൽ അത് നേരെ മറിച്ച് നിങ്ങൾ തന്നെ മനസ്സായി കുറഞ്ഞപക്ഷം പരിഹാരത്തിനുള്ള സ്ഥലമെങ്കിലുമാക്കി തീർക്കട്ടെ. അന്ധകാരത്തിന് പകരം മങ്ങിയ വെളിച്ചമെങ്കിലുമുള്ള സ്ഥലമായി തീരട്ടെ. പീഡനങ്ങളല്ല, നിരാശയല്ല, പ്രത്യുത പിതാവിൻ്റെ ഭവനത്തെക്കുറിച്ചുള്ള ആഗ്രഹവും പ്രതീക്ഷയുമുള്ള സഫലമാകട്ടെ. പൊയ്ക്കൊള്ളൂ. ദൈവത്തിനെതിരായ വഴക്കിന് ഒരുമ്പെടരുത്. അവൻ ശക്തനും നല്ലവനുമാണ്. നിങ്ങളുടെ ബന്ധുക്കളുടെ പേരുകൾ ചീത്തയാക്കരുത്. ആ അരുവിയുടെ രോദനം ശ്രദ്ധിക്കുക. നിങ്ങൾ കൊലപാതകികളാണെന്നറിഞ്ഞ് വിലപിക്കുന്ന നിങ്ങളുടെ അമ്മമാരുടെ രോദനം പോലെയുണ്ട് അത്. ആ കൊക്കയിൽ വീശിയെരുമ്പുന്ന കാറ്റിൻ്റെ ശബ്ദം കേൾക്കൂ. ഭയപ്പെടുത്തുകയും പ്രാകുകയും ചെയ്യുന്നത് പോലെ തോന്നുന്നില്ലേ? അത് നിങ്ങളുടെ ഹീനമായ ജീവിത നിമിത്തം നിങ്ങളുടെ അപ്പന്മാരുടെ ശകാരവർഷം പോലെയാണ്. നിങ്ങളുടെ ഹൃദയത്തിൽ കരയുന്ന ആ ദുഃഖത്തെ ശ്രദ്ധിക്കുക. ഭൂമിയിൽ അല്പം മാത്രം കൊണ്ട് തൃപ്തിപ്പെട്ട് സ്വർഗത്തിലേക്കെല്ലാം നേടി സമാധാനമായി ജീവിക്കാൻ നിങ്ങൾക്ക് കഴിയുമല്ലോ. പിന്നെ എന്തിനാണ് സഹനം നിങ്ങൾ ആഗ്രഹിക്കുന്നത്? നിങ്ങളുടെ ചേതനക്ക് സമാധാനം നൽകൂ. നിങ്ങൾ ഒരു പറ്റം കാട്ടുമൃഗങ്ങളെന്ന പോലെ നിങ്ങളെ ഭയക്കുന്ന മനുഷ്യർക്ക് നിങ്ങൾ സമാധാനം നൽകൂ. വളരെ നികൃഷ്ടസ്ഥിതിയിൽ എത്തിയിരിക്കുന്ന സാധുക്കളായ നിങ്ങൾക്ക് തന്നെ നിങ്ങൾ സമാധാനം നൽകൂ. നിങ്ങളുടെ കണ്ണുകൾ സ്വർഗത്തിലേക്ക് ഉയർത്തൂ. വിഷമുള്ള ഭക്ഷണം വായിൽ നിന്നും എടുത്തു മാറ്റൂ. സഹോദരന്മാരുടെ രക്തം ഇറ്റിറ്റു വീഴുന്ന നിങ്ങളുടെ കൈകൾ പരിശുദ്ധമാക്കൂ. നിങ്ങളുടെ ഹൃദയങ്ങളെ വിശുദ്ധീകരിക്കൂ. എനിക്ക് നിങ്ങളിൽ പ്രത്യാശയുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ സംസാരിക്കുന്നത്. കാരണം ലോകം മുഴുവൻ നിങ്ങളെ വെറുക്കുകയും ഭയപ്പെടുകയും ചെയ്യുന്നെങ്കിലും ഞാൻ നിങ്ങളെ വെറുക്കുകയോ ഭയപ്പെടുകയോ ചെയ്യുന്നില്ല. നേരെ മറിച്ച് എൻ്റെ കരങ്ങൾ നീട്ടി നിങ്ങളെ ഞാൻ വിളിക്കുന്നു. എഴുന്നേൽക്കൂ, വരൂ. ജനങ്ങളുടെ ഇടയിൽ ശാന്തതയുള്ളവരായി വർത്തിക്കൂ. മനുഷ്യരുടെ ഇടയിൽ മനുഷ്യരായി തീരൂ. എനിക്ക് നിങ്ങളെ അല്പം പോലും പേടിയില്ല. അതിനാൽ ഇവിടെയുള്ള ആളുകളോട് ഞാൻ പറയുന്നു, എല്ലാവരും തിരിച്ചുപോയി വിശ്രമിക്കൂ. നിങ്ങളുടെ പാവം സഹോദരങ്ങളോട് അല്പം പോലും വെറുപ്പ് തോന്നരുത്. നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സ്നേഹപൂർവ്വം അവരെ നോക്കിക്കൊണ്ട് ഞാനിവിടെ ഉണ്ടായിരിക്കും. ഒരാപത്തും ഉണ്ടാകിയില്ലെന്ന് ഞാൻ ശബ്ദം ചെയ്ത് പറയുന്നു. കാരണം സ്നേഹം വാഴ്ത്തപ്പെട്ടതായി തീരട്ടെ. അറിയപ്പെടാത്തതും എന്നാൽ ശക്തിയേറിയ ബലവുമായ സ്നേഹം, അതായത് ദൈവം വാഴ്ത്തപ്പെടട്ടെ. അനന്തരം എല്ലാവരോടുമായി ഈശോ പറയുന്നു, നിങ്ങൾക്കെല്ലാവർക്കും ഇനി പോകാം. ഒട്ടും ഭയപ്പെടേണ്ട. തിന്മ പ്രവർത്തിക്കുന്നവർ ഇനി അവിടെ എങ്ങുമില്ല. വിസ്മയം കൊണ്ട് വിലപിക്കുന്ന മനുഷ്യർ മാത്രമേയുള്ളൂ. കരയുന്നവർ ഒരു ഉപദ്രവവും ചെയ്യുകയില്ല. അവർ ഇപ്പോൾ ആയിരിക്കുന്നത് പോലെ തുടരണമേ. ദൈവമേ, ഇത് അവരുടെ രക്ഷയായിരിക്കും.